കുഞ്ഞുങ്ങളിപ്പോ വീട്ടിൽ തിരികെ എത്തിക്കാണുമായിരിക്കും അല്ലേ? ആമച്ചേട്ടൻ പറഞ്ഞത് കേട്ടപ്പോ മുതൽ എനിക്ക് എന്തോ ഒരു വെപ്രാളം. അതിന് അവരങ്ങനെ ഒത്തിരി ദൂരോട്ടൊന്നും പോയി കളിക്കാറില്ലല്ലോ. കൊള്ളാം. ഇപ്പൊ പുതിയൊരുത്തരെയും കൊണ്ടാണ് കളി. അവരുടെ കൂടെ പുതിയതായിട്ട് ആരുമില്ല. ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയുമല്ലോ. അവര് കൂടെ കൊണ്ടു കിടക്കുന്നതേ ഒരു കുറുക്കൻ കുഞ്ഞിനെയാ. എന്താ കുറുക്കൻ കുഞ്ഞോ? ദേ വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കണ്ട. ഇപ്പൊ കണ്ടം വേഗം സ്ഥലം വിടാൻ നോക്ക്. ആ ഓ പോയേക്കാമേ. ആ കണ്ടം പറഞ്ഞതുപോലെ കുറുക്കൻ കുഞ്ഞെങ്ങാനും അവരുടെ കൂടെ ഉണ്ടാവോ? എങ്കിൽ അതിന്റെ അമ്മ വന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കില്ലേ? സമയം കളയണ്ട, നമുക്ക് എത്രയും വേഗം വീട്ടിലെത്താം. വാ ചേച്ചി, എളുപ്പം വാ, നമുക്കും പോകാം. എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ട്. ശരിയാ കാത്തു, നമുക്ക് അവരുടെ പിന്നാലെയെങ്കിലും അവിടെ എത്താം. കുഞ്ഞൂസേ, പോകാം. കുഞ്ഞൂസേ, നിനക്ക് അമ്മയുടെ മണം കിട്ടുന്നുണ്ടോ? ഞങ്ങളെ കൂടെ കണ്ട കുഞ്ഞൂസിന്റെ അമ്മ ഞങ്ങളെ ഉപദ്രവിക്കില്ലേ? ശരി ശരി, എന്നാ നമുക്ക് ഒന്നുകൂടെ പോയി നോക്കാം. കിട്ടു, എവിടെയായിരുന്നു ഇതുവരെ? എവിടെ ബാക്കിയുള്ളവര്? ആരോടാ നിങ്ങളുടെ പുതിയ കൂട്ട്? എല്ലാം ഞങ്ങൾ അറിഞ്ഞു. അത് കുഞ്ഞൂസാ. ഞങ്ങൾ അവനെ കാക്കകൾ കൊട്ടുന്ന കണ്ട് രക്ഷിച്ചതാ. അവരെത്ര നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അവനെ ഇപ്പൊ കാണുന്നില്ല, കാത്തുവിനെയും. എവിടെ എന്റെ കുഞ്ഞ്? സത്യം പറഞ്ഞോണം. ഏത് കുഞ്ഞ്? ഞങ്ങൾക്കൊന്നും അറിയില്ല. പിന്നെ എന്റെ കുഞ്ഞിന്റെ മണം എങ്ങനെ നിങ്ങളുടെ ദേഹത്ത് വരും? കണ്ടന്റെ ദേഹത്തുനിന്നായിരിക്കും. കണ്ടൻ ഞങ്ങളെ പിടിച്ചായിരുന്നു. ആരാ കണ്ടൻ? ഇവിടുത്തെ കണ്ടൻ പൂച്ച. അപ്പൊ കാത്തു അല്ലേ കണ്ടൻ പൂച്ച? അയ്യോ, കാത്തു ഒരു പാവ പൂച്ചക്കുഞ്ഞാണ്. ഇതിനെ കണ്ടം പിടിച്ചാണെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. അയ്യോ അയ്യോ, ഞങ്ങള് വെറുതെ വിടണേ. എന്നെ പറ്റിച്ച് നീ ഒന്നും അങ്ങനെ രക്ഷപ്പെടണ്ട. ഞങ്ങൾ കുഞ്ഞൂസിന്റെ അമ്മയെ തിരക്കി പോവുക. ആണോ? പക്ഷെ അതിന് ഞാൻ കൂടി സമ്മതിക്കണമല്ലോ. അയ്യോ കുഞ്ഞൂസേ, കുഞ്ഞൂസേ, അവനൊന്നും ചെയ്യല്ലേ. കുഞ്ഞൂസേ, കുഞ്ഞൂസേ. താഴെ ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഇവനെ താഴെയിടും. ഇവന് നിന്നെ പോലെ മരം കയറാനൊന്നും അറിയില്ലല്ലോ. കാത്തുവല്ലേ? എന്റെ കുഞ്ഞു മുകളിലുണ്ടോ? ഉണ്ട്, കണ്ടന്റെ കയ്യിലാ. സമാധാനമായി. കാത്തു പേടിക്കണ്ട, എനിക്കെല്ലാം മനസ്സിലായി.
ആ കണ്ടനോട് കുഞ്ഞിനെ വേഗം താഴേക്ക് കൊണ്ടുവരാൻ പറ. ധൈര്യമായിട്ട് പോ. ശരി, എന്നാ ഞാൻ പോയി പറയാം. കാത്തു നീ പോയില്ലേ? അപ്പൊ ഇവനെ താഴെ ഇടാവല്ലോ. അങ്ങനെ താഴെ ഇടാനൊന്നും പറ്റില്ല. കുഞ്ഞൂസിന്റെ അമ്മ താഴെ നിപ്പുണ്ട്. അവൻ എന്തെങ്കിലും പറ്റിയ പിന്നെ അവന്റെ അമ്മ കണ്ടനെ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. എന്നാ പിന്നെ കാത്തു തന്നെ ഇവനെ നോക്കിക്കോ. അയ്യോ കുഞ്ഞൂസേ, എല്ലാം ഞങ്ങൾ അറിഞ്ഞു. അത് കുഞ്ഞൂസാ. ഞങ്ങൾ അവനെ കാക്കകൾ കൊട്ടുന്ന കണ്ട് രക്ഷിച്ചതാ. അവരെത്ര നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അവനെ ഇപ്പൊ കാണുന്നില്ല, കാത്തുവിനെയും. എവിടെ എന്റെ കുഞ്ഞ്? സത്യം പറഞ്ഞോണം. ഏത് കുഞ്ഞ്? ഞങ്ങൾക്കൊന്നും അറിയില്ല. പിന്നെ എന്റെ കുഞ്ഞിന്റെ മണം എങ്ങനെ നിങ്ങളുടെ ദേഹത്ത് വരും? കണ്ടന്റെ ദേഹത്തുനിന്നായിരിക്കും. കണ്ടൻ ഞങ്ങളെ പിടിച്ചായിരുന്നു. ആരാ കണ്ടൻ? ഇവിടുത്തെ കണ്ടൻ പൂച്ച. അപ്പൊ കാത്തു അല്ലേ കണ്ടൻ പൂച്ച? അയ്യോ, കാത്തു ഒരു പാവ പൂച്ചക്കുഞ്ഞാണ്. ഇതിനെ കണ്ടം പിടിച്ചാണെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. അയ്യോ അയ്യോ, ഞങ്ങള് വെറുതെ വിടണേ. എന്നെ പറ്റിച്ച് നീ ഒന്നും അങ്ങനെ രക്ഷപ്പെടണ്ട. ഞങ്ങൾ കുഞ്ഞൂസിന്റെ അമ്മയെ തിരക്കി പോവുക. ആണോ? പക്ഷെ അതിന് ഞാൻ കൂടി സമ്മതിക്കണമല്ലോ. അയ്യോ കുഞ്ഞൂസേ, കുഞ്ഞൂസേ, അവനെ ഒന്നും ചെയ്യല്ലേ. കുഞ്ഞൂസേ, കുഞ്ഞൂസേ. കയറണ താഴെ. ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഇവനെ താഴെയിടും. ഇവന് നിന്നെ പോലെ മരം കയറാനൊന്നും അറിയില്ലല്ലോ. കാത്തു അല്ലേ? എന്റെ കുഞ്ഞു മുകളിലുണ്ടോ? ഉണ്ട്, കണ്ടന്റെ കയ്യിലാ. സമാധാനമായി. കാത്തു പേടിക്കണ്ട, എനിക്കെല്ലാം മനസ്സിലായി. ആ കണ്ടനോട് കുഞ്ഞിനെ വേഗം താഴേക്ക് കൊണ്ടുവരാൻ പറ. ധൈര്യമായിട്ട് പോ. ശരി, എന്നാ ഞാൻ പോയി പറയാം. കാത്തു നീ പോയില്ലേ? അപ്പൊ ഇവനെ താഴെ ഇടാവല്ലോ. അങ്ങനെ താഴെ ഇടാനൊന്നും പറ്റില്ല. കുഞ്ഞൂസിന്റെ അമ്മ താഴെ നിപ്പുണ്ട്. അവൻ എന്തെങ്കിലും പറ്റിയ പിന്നെ അവന്റെ അമ്മ കണ്ടനെ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. എന്നാ പിന്നെ കാത്തു തന്നെ ഇവനെ നോക്കിക്കോ. അയ്യോ കുഞ്ഞൂസേ, അയ്യോ കുഞ്ഞൂസേ. പതുക്കെ കേറി വാ, സൂക്ഷിച്ച്. എന്റെ കുഞ്ഞൂസേ. കാത്തൂനെ അന്വേഷിച്ചു വന്നതാണോ? ഈ മരത്തിന് മുകളിലുണ്ട്. എന്റെ കുഞ്ഞു മുകളിലാ. നിങ്ങൾ ഒന്ന് കയറി നോക്കൂ. എനിക്ക് മരം കയറാൻ വശമില്ല. അതിനെന്താ, ഞങ്ങൾ പോയി നോക്കിയിട്ട് വരാം.
അവനെ എന്റെ കൈ കിട്ടും, ഒപ്പം ഞാൻ കൊടുത്തോളാം. ഈ കാത്തു ഒരു മിടുക്കി കുട്ടിയാണല്ലോ. കാത്തൂനെ ഇങ്ങനെ വളർത്തിയതിന് നിങ്ങളെ അഭിനന്ദിക്കേണ്ടത്. ഇത്രയും സമയം കൊണ്ട് ഇവര് അത്രയ്ക്ക് കൂട്ടായല്ലോ. അവന് കിട്ടൂനെ അപ്പൂസിനെയും കാണണമെന്ന്. ആ, എന്നാ അവരെയും കൂടി കണ്ടിട്ടേ ഞങ്ങള് പോകുന്നുള്ളൂ.